ജാർഖണ്ഡ് അതിവിപുലമായ പാരമ്പര്യത്തിന്റെ ഗരിമയും പൊലിമയും പേറുന്ന പ്രദേശം. വിഭിന്നമായ മത, സാമൂഹിക, സാംസ്കാരിക ശീലങ്ങളും നാഗരിക വൃത്തങ്ങളും ഒരുമയോടെ ജീവിച്ച ചരിത്രങ്ങളുള്ള നാട്. വിശാലമായ പാടങ്ങളെ തഴുകിവരുന്ന മന്ദമാരുതനിൽ അടങ്ങിയിട്ടുണ്ട് ഈ നാടിന്റെ ലാളിത്യവും സൗന്ദര്യവും പ്രൗഢിയുമെല്ലാം. 2019 E.T. മുഹമ്മദ് ബഷീർ MP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ജാർഖണ്ഡിലെയും ബംഗാളിലെയും വിവിധ പ്രദേശങ്ങളിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി സഞ്ചരിക്കുന്നത്. ഈ യാത്രകളിലാണ് ജാർഖണ്ഡിലെ പച്മോരിയ എന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആ സംഘം കയറി വന്നത് ഒരു ജനതയുടെ വലിയ സ്വപ്നങ്ങളിലേക്കായിരുന്നു. പതിറ്റാണ്ടുകളായി വിഭജനത്തിന്റെ മുറിവിൽ വേദന കടിച്ചു തിന്നുന്ന ആ മനുഷ്യർ ഹൃദയം കൊണ്ടായിരുന്നു ലാഡർ ഫൗണ്ടേഷൻ സംഘാംഗങ്ങളെ വരവേറ്റത്. ഒരു വലിയ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പിന്മുറക്കാർ മുഖ്യധാരയുടെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവരോട് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുകയായിരുന്നു ഈ കൂട്ടം. പച്മോരിയ തീർത്തും ദരിദ്രമായ ഒരു ഗ്രാമം. കൂലിവേലയെടുത്തും ചെറിയ കൃഷികൾ ചെയ്തും ജീവിക്കുന്ന അതിദരിദ്രരായ സാധാരണക്കാരുടെ ഗ്രാമം. ഈ ഗ്രാമത്തിലാണ് 2019 ലാഡർ ഫൗണ്ടേഷൻ ഫഹദ് പബ്ലിക് സ്കൂൾ എന്ന പേരിൽ ഒരു ചെറിയ വിദ്യാഭ്യാസ സമുച്ചയത്തിന് ശിലയിടുന്നത്. 6 വർഷങ്ങൾക്കിപ്പുറം ആ സ്ഥാപനം ഇന്ന് പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടം മാറ്റിമറിക്കുന്നു. അക്ഷരലോകങ്ങൾ കേവലം ഒരു സ്വപ്നം മാത്രമായിരുന്ന 200-ലേറെ കുട്ടികൾ ഇന്നവിടെ പഠനം നടത്തുന്നു. സ്നേഹമസൃണമായ തലോടലുകൾക്ക് ചുവടെ വിജ്ഞാനത്തിന്റെ പറുദീസയിൽ പാറി നടക്കുകയാണ് ആ കുട്ടികൾ. ഒരു നാടിന്റെ തന്നെ വലിയ പ്രതീക്ഷയുള്ള ശലഭങ്ങളായി. അക്ഷരം കടന്നുവരാത്ത ജനതയിൽ എങ്ങനെയാണ് സംസ്കാരമുള്ള പൗരന്മാർ ജനിച്ചു വീഴുന്നത് നമുക്ക് പ്രതീക്ഷിക്കാനാവുക? വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം കടന്നു വന്നതോടെ ആ പ്രദേശത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. അവരുടെ സംസ്കാരത്തിലും ജീവിതശൈലിയിലും സമീപനത്തിലുമെല്ലാം മാറ്റങ്ങളുണ്ടായി. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവരും വിദ്യയുടെ വെളിച്ചം ആഗ്രഹിക്കുന്നു. അവരുടെ ഗ്രാമങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ നമ്മോട് അഭ്യർത്ഥിക്കുന്നു. ബഗാഡിയിലെ ബാഫക്കി പബ്ലിക് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷമാണ് ലാഡർ ഫൗണ്ടേഷൻ ഏറ്റെടുത്തത്. നിലവിൽ ജമ്മുവിലും ജാർഖണ്ഡിലുമായി 500ഓളം കുട്ടികളാണ് ലാഡർ ഫൗണ്ടേഷന് കീഴിൽ വിദ്യ അഭ്യസിക്കുന്നത്. ഭാവിയിൽ ഉത്തരേന്ത്യയിലെ അതിദരിദ്രമായ 100 ഗ്രാമങ്ങളിലേക്കെങ്കിലും വിദ്യയുടെ വെളിച്ചം പ്രകാശിപ്പിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അരികുവൽക്കരിക്കപ്പെടുകയും
പിന്നാക്കം നിൽക്കുകയും ചെയ്യുന്ന ജനങ്ങളെ ശക്തരാക്കുക. അവരിലൂടെ തലമുറകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ശുഭാപ്തി വിശ്വാസമാണ് ലാഡർ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളുടെ ആണിക്കല്ല്. മുറിവേറ്റ് മാറ്റി നിർത്തപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്കിടയിൽ മാറ്റത്തിന് വെളിച്ചം കൊളുത്തുകയാണ് നമ്മുടെ ദൗത്യം. അത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത് മുതൽ അതിദരിദ്രരായ ഗ്രാമീണ കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കൽ വരെയുള്ള ദീർഘമായ പ്രവർത്തനങ്ങളാണ്. തലമുറകളെ അഭിമാനകരമായ അസ്തിത്വബോധത്തിന്റെ ഉറവിടങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് മുതൽ സാമൂഹ്യ, മാനസിക, സാംസ്കാരിക വികസനത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ വരേക്കും അത് വ്യാപിച്ചു കിടക്കുന്നു. ഇതൊരു സമഗ്രമായ ശാക്തീകരണത്തിലേക്കുള്ള യാത്രയാണ്. അവിടെ ഒരു ചെറിയ ആവശ്യം പോലും അവഗണിക്കപ്പെടാവുന്നതല്ല. ഒരു ശ്രമം പോലും ചെറുതുമല്ല. ഈ യാത്രയിൽ എല്ലാ അഭ്യുദയകാംക്ഷികളുടെയും പിന്തുണയും സഹായങ്ങളും അഭ്യർത്ഥിക്കുകയാണ്.